നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രമീള ദേവി. ആദ്യം തന്നെ അന്തർദേശീയ വനിതാ ദിനമായ ഇന്ന് എന്നെ ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്നേഹപൂർവമായ വനിതാ ദിനാശംസകൾ നേരുന്നു. കോട്ടയം ജില്ലയിലെ ആനിക്കാട് എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഒരു നാട്ടിൻപുറത്ത് ചിലവഴിക്കപ്പെടുന്ന ബാല്യത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ചില നിർഭാഗ്യങ്ങളും നിറഞ്ഞ ബാല്യം തന്നെയായിരുന്നു എൻ്റേത്. നാട്ടിൻപുറത്തെ സാധാരണ സ്കൂളുകളിലാണ് ഞാൻ പഠിച്ചത്. അന്ന് പഠിക്കുന്നതിനേക്കാളധികം കളിക്കുന്നതിനായിരുന്നല്ലോ പ്രാധാന്യം. അങ്ങനെയുണ്ടായിരുന്നു കേരളത്തിനൊരു കാലം. കുട്ടികൾ സ്കൂളിൽ പോകും വരെയും സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാലും മണ്ണിലും മഴയത്തും വെയിലത്തും പൊടിയിലും കൂട്ടുകാർക്കൊപ്പം കളിച്ച് സന്തോഷിച്ച ഒരു ബാല്യം. ആ ബാല്യകാലം മുതൽക്ക് തന്നെ അക്ഷരങ്ങളെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ എനിക്ക് സാധിച്ചു എന്നതൊരു ഭാഗ്യമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ മലയാളത്തിലെ ഒട്ടുമിക്ക കൃതികളും വായിച്ചു തീർത്തു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നോവൽ തകഴി ശിവശങ്കരപിള്ളയുടെ ഏണിപ്പടികൾ എന്ന നോവൽ പിന്നീട് സിനിമയായി. ആ സിനിമയിലുണ്ട് അതിമനോഹരമായൊരു ഗാനം. ജയദേവ കവിയുടെ അഷ്ടപദിയിലെ വരികൾ, യാഹി മാധവ എന്ന് തുടങ്ങുന്ന വരികൾ, അത് മാധുരി എന്ന അനുഗ്രഹീത ഗായികയുടെ അതിമധുരമായ സ്വരത്തിൽ ആലപിക്കപ്പെട്ടപ്പോൾ ഒരിക്കലും അത് ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകാത്തതായി. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. Krishna
ഞാൻ ഈ സമയത്ത് അന്തർദേശീയ വനിതാ ദിനാഘോഷത്തെപ്പറ്റി ഓർമ്മിച്ചു പോവുകയാണ്. ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ഡിജിറ്റ് ഓൾ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാളിറ്റി എന്ന സന്ദേശത്തോടെയാണ് 2023 അന്തർദേശീയ വനിതാ ദിനം ആചരിക്കപ്പെടുന്നത്. നമുക്കറിയാം, അസമത്വങ്ങളുടേതായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പിറന്നു വീഴുന്ന ശിശു, അതുമല്ലെങ്കിൽ ഗർഭസ്ഥ ശിശു മുതൽ നേരിടേണ്ടി വരുന്നുണ്ട് ഇത്തരം അസമത്വങ്ങളും അനീതികളും അസമാനതകളും. പെൺ ശിശു ഭ്രൂണഹത്യ വളരെ വ്യാപകമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. നമ്മുടെ നാട്ടിലും അതുതന്നെയാണ് സ്ഥിതി. കേരളത്തിൽ ഒരുപക്ഷേ അത് കുറവായേക്കാം. എന്നാൽ പോലും ഇതര സംസ്ഥാനങ്ങളിൽ പെൺഭ്രൂണഹത്യ വളരെ വ്യാപകമായിരുന്നു ഒരു കാലത്ത്. ഇന്ന് കേന്ദ്ര സർക്കാർ പുലർത്തി വരുന്ന പല നയങ്ങളുടെയും ഭാഗമായി, നിയമവ്യവസ്ഥയുടെ ഭാഗമായി അതിൽ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ലോകത്തെമ്പാടുമുള്ള പെൺകുട്ടികളും സ്ത്രീകളും, ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ഒരു വിഭാഗം എന്തെല്ലാം അസമത്വങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനൊരു പരിഹാരം നെൽസൺ മണ്ടേല പറഞ്ഞത് ഓർമ്മിച്ചാൽ, വിദ്യാഭ്യാസമാണ് സമത്വത്തിലേക്കുള്ള ഏറ്റവും വലിയ വിപ്ലവം എന്ന വാക്കുകൾ ഓർമ്മിച്ചാൽ, വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടുവരാവുന്ന ചില പരിഹാരങ്ങളെപ്പറ്റിയാണ് ചിന്തിക്കാൻ കഴിയുന്നത്. ഇന്ന് കേവലം വിദ്യാഭ്യാസം മാത്രമല്ല അറിവിൻ്റെ വഴി, മറിച്ച് സാങ്കേതിക വിദ്യ എന്ന മഹത്തായ ജ്ഞാനം ആർജിക്കുക കൂടിയാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ഇപ്രാവശ്യം ഡിജിറ്റ് ഓൾ, എന്നാൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എല്ലാവർക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്നതോടെ നാം അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യങ്ങളിൽ നിന്ന്, അസമത്വങ്ങളിൽ നിന്ന് മോചനം നേടാനാവും എല്ലാവർക്കുമെന്ന ഈ സങ്കല്പം വളരെയേറെ പ്രായോഗികമാണ്, മഹത്തരവുമാണ്. ഇനി നമുക്ക് മറ്റൊരു പാട്ട് കേൾക്കാം. അണിയറ എന്ന സിനിമയിലെ അനഘസങ്കൽപ്പ ഗായികേ മാനസ മണിവിപഞ്ചികാവാദിനി എന്ന പാട്ട്. ഈ പാട്ട് എൻ്റെ ഇഷ്ടഗാനമായത് ഇതിലെ ഹൃദയാവർജകമായ കവിതയുടെ സാന്നിധ്യം കൊണ്ടാണ്. സമയതീരത്തിൽ ബന്ധനമില്ലാതെ ഒഴുകാനാണ് നാം ഒക്കെ ആഗ്രഹിക്കുന്നത്. ഒരു മധുരമായ നദീപ്രവാഹത്തിലൂടെ ഒഴുകുന്ന അനുഭവമാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ. അനഘസങ്കൽപ്പ ഗായികേ മാനസ മണിവിപഞ്ചികാവാദിനി നിന്നുടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദലകരിയിലെന്റെ കിനാവുകൾ. അനഘസങ്കൽപ്പ ഗായികേ മാനസ മണിവിപഞ്ചികാവാദിനി നിന്നുടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദനകരിയിലെന്റെ കിനാവുകൾ. മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖദ നർത്തനം ചെയ്യുന്നു ചുറ്റിലും. തരളമാനസമായ മരാളിക തവ മനോഹര ഗാനയമുനയിൽ. മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖദ നർത്തനം ചെയ്യുന്നു ചുറ്റിലും. തരളമാനസമായ മരാളിക തവ മനോഹര ഗാനയമുനയിൽ. സമയതീരത്തിൽ ബന്ധനമില്ലാതെ മരണസാഗരം പൂകുന്ന നാൾ വരെ ഒരു മദാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലോ ഞാൻ
നിത്യതൃപ്തനാം. സമയതീരത്തിൽ ബന്ധനമില്ലാതെ മരണസാഗരം പൂകുന്ന നാൾ വരെ ഒരു മദാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തനാ. സ്ത്രീ സ്വാതന്ത്ര്യം മാത്രമല്ല ഡിജിറ്റ് ഓൾ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാളിറ്റി എന്ന ആശയത്തിലൂടെ UN മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു കാലത്ത് സ്ത്രീകൾ പുരുഷന്മാർ എന്ന് 2 ലിംഗങ്ങൾ മാത്രമാണ് മനുഷ്യന് മുൻപിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് എത്രയെത്രയോ ജെൻഡർ നമുക്ക് ചുറ്റുമുണ്ട്. LGBTQ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും സമത്വം. അതുമാത്രമല്ല, സമൂഹത്തിൽ അടിച്ചമർത്തലുകൾ അനുഭവിക്കുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ, അവർക്കൊക്കെയും ലഭ്യമായ സമത്വമാണ് സാങ്കേതിക വിദ്യാ പരിജ്ഞാനത്തിലൂടെ നാം ആർജിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസം എങ്ങനെയാണോ വീടിൻ്റെ ഇരുണ്ട മൂലകളിൽ നിന്ന് സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവന്നത്, അവരെ വിദ്യാലയങ്ങളിലും ഓഫീസുകളിലും ഉന്നത പദവികൾ നിറയുന്ന കസേരകളിലും എത്തിച്ചത്, അതേപോലെ തന്നെയാണ്, ഒരുപക്ഷെ അതിലധികമാണ് സാങ്കേതിക പരിജ്ഞാനം അവരെ മോചിപ്പിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ അതിനൂതനമായ പരിഷ്കാരങ്ങൾ ഒരുപാട് സാധ്യതകളാണ് സ്ത്രീകൾക്ക് മുൻപിൽ കൊണ്ടുവരുന്നത്. അവർക്ക് സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ലോകത്തെവിടെയും സംഭവിക്കുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. അവർക്ക് ലോകത്തെ വിജ്ഞാനം സ്വന്തം വിരൽത്തുമ്പിൽ അറിയാൻ കഴിയുന്നു. വിജ്ഞാന വിസ്ഫോടനം, എക്സ്പ്ലോഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഓർമ്മിക്കുകയാണ്, എൻ്റെ ഒരു സുഹൃത്ത് അടുത്തയിടയ്ക്ക് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമപ്രദേശത്ത് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കണ്ട രസകരമായൊരു കാഴ്ച. തെരുവോരങ്ങളിൽ ഗ്രാമീണ സ്ത്രീകൾ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും വിൽക്കുന്നു. അവർ പണം വാങ്ങുന്നത് ക്യാഷ് അല്ലെങ്കിൽ നാണയങ്ങൾ, കറൻസി നോട്ടായിട്ടല്ല, മറിച്ച് GPay ഉപയോഗിച്ചാണ്. QR കോഡ് സ്കാൻ ചെയ്ത് പണം വാങ്ങാനുള്ള സാങ്കേതിക പരിജ്ഞാനം ഭാരതത്തിലെ ഗ്രാമീണ വനിതകൾ സ്വായത്തമാക്കിയെങ്കിൽ ഇതല്ലേ ഡിജിറ്റ് ഓൾ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാളിറ്റി? ഞാൻ മറ്റൊരു മനോഹരമായ ഗാനത്തെക്കുറിച്ച് ഓർക്കുന്നു. ചന്ദനമണിവാതിൽ പാതിചാരി എന്ന പാട്ട്. മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിൽ ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ എഴുതിയ പാട്ടാണിത്. ഈ പാട്ടിൽ മനോഹരമായൊരു വരിയുണ്ട്. മായാവിരലുകൾ തൊട്ടാൽ മലരുന്ന മാദക മൗനങ്ങൾ നമ്മളല്ലേ. ശരിയാണ്, നമ്മളൊക്കെ മാദകമായ മതിപ്പിക്കുന്ന ചില മൗനങ്ങളാണ്. ചില മായാവിരലുകൾ തൊടാൻ വേണ്ടി കാത്തിരിക്കുന്നു. ആ മായാവിരലുകളുടെ സ്പർശം, അത് സാങ്കേതിക വിദ്യയിലെ നൂതനത്വവുമാകാം. അങ്ങനെ ഒരു സ്പർശം കൊണ്ട് മലർന്ന് വിടർന്ന് സുഗന്ധം പൊഴിക്കാനാകും ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമെന്ന സാധ്യത ഈ പാട്ടിനോടൊപ്പം ഞാൻ ഓർമ്മിക്കുന്നു. ചന്ദനമണിവാതിൽ പാതിചാരി പിന്തോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? ചന്ദനമണിവാതിൽ പാതിചാരി പിന്തോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി? എല്ലാം
നമുക്കൊരു പോലെയല്ലേ? എന്നോടെന്തിനു വിളിക്കുന്നു നീ സഖി? എല്ലാം നമുക്കൊരു പോലെയല്ലേ? അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമി സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ? ചന്ദനമണിവാതിൽ പാതിചാരി പിന്തോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? നാണം പൂത്തുവിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ? നാണം പൂത്തുവിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ? മായാവിരലുകൾ തൊട്ടാൽ മലരുന്ന മാദകമൗനങ്ങൾ നമ്മളല്ലേ? ചന്ദനമണിവാതിൽ പാതിചാരി പിന്തോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? ചന്ദനമണിവാതിൽ പാതിചാരി പിന്തോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? ഞാൻ കോളേജ് വിദ്യാഭ്യാസം നടത്തിയത് ഒരു വനിതാ കോളേജിലായിരുന്നു. കോട്ടയത്തെ BCM എന്ന പുരാതന കോളേജ്. എൻ്റെ വായനയുടെ വസന്തം ആരംഭിച്ചതും അന്നാണ്. ഉച്ചസമയങ്ങളിൽ അവിടുത്തെ ലൈബ്രറിയിൽ പോയിരുന്ന് വായിക്കുക എന്നതായിരുന്നു എൻ്റെ വലിയ സന്തോഷം. അതുകൊണ്ട് പലപ്പോഴും കൊണ്ടുപോയിരുന്ന ഉച്ചഭക്ഷണം ഞാൻ ഒഴിവാക്കും. 15 മിനിറ്റ് സമയം എന്തിനു കളയണം? ആ സമയം കൂടി വായിച്ചുകൂടെ എന്നായിരുന്നു എൻ്റെ ചിന്ത. ആ കാലത്താണ് ഞാൻ ലേ മിറാബിൾസും ഷേക്സ്പിയറുടെ നാടകങ്ങളും ഷെല്ലിയും കീറ്റ്സും വേർഡ്സ്വർത്തും ഒക്കെ വായിച്ചു തുടങ്ങിയത്. പുസ്തകങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു, അമ്പരപ്പെടുത്തുന്നു. എത്ര പുസ്തകങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആലോചിച്ചു നോക്കൂ, ആർക്കാണ് ഈ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു തീർക്കാൻ കഴിയുന്നത്? ഒരാൾക്കുമില്ല. പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എനിക്ക് തോന്നുന്നത്, മനുഷ്യരായ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഒരാളുടെ ജീവിതമേ ജീവിക്കാൻ കഴിയുന്നു. എനിക്ക് എൻ്റെ ജീവിതമേ ജീവിക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷേ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ അനേകം ജീവിതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് മുൻപേ ജീവിച്ചവർ, എൻ്റെ ഒപ്പം ജീവിക്കുന്നവർ, അങ്ങനെയുള്ള ലക്ഷോപലക്ഷം മനുഷ്യരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ അനുഭവങ്ങൾ നമ്മുടേതു കൂടിയാണെന്ന് തോന്നുമ്പോൾ, അവർ കണ്ട കാഴ്ചകൾ നാം ഉൾക്കണ്ണുകൊണ്ട് കാണുമ്പോൾ, അവർ കേട്ട സംഗീത മാധുര്യങ്ങൾ നമ്മുടെ ഹൃദയകർണങ്ങളിൽ നിറയുമ്പോൾ നാം എത്ര വലിയൊരു വളർച്ചയാണ് സ്വായത്തമാക്കുന്നത്. മാത്രമല്ല, ഓരോ അനുഭവവും നമ്മളെ ചിലത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ പറയുന്നത്, ഇഫ് യു ഫെയിൽ ഇറ്റ്സ് എ ലെസൺ, ഇഫ് യു സക്സീഡ് ഇറ്റ്സ് ആൻ അച്ചീവ്മെൻറ്റ്. തോറ്റാൽ നിങ്ങളൊരു പാഠം പഠിക്കുന്നു. അങ്ങനെ എത്ര തോൽവികളുടെ പാഠമാണ് പുസ്തക വായനയിലൂടെ നമുക്ക് സ്വന്തമാകുന്നത്. ഞാൻ ഈ പുസ്തക വായനയുടെ മഹാസമുദ്രത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് സാഗരങ്ങളെ എന്ന ശ്രീ ONV കുറുപ്പ് സാറിൻ്റെ മനോഹരമായൊരു പാട്ട് ഓർമ്മിക്കുന്നത്. ആ പാട്ടിൽ
ഹൃദയസാഗരങ്ങളെ പാടിയുറക്കാൻ ശ്രമിക്കുന്ന സ്നേഹസാന്ദ്രമായ വിരലുകളെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്നേഹത്തിന് ഉറക്കാൻ കഴിയാത്ത ഏത് അലകടലാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്? എത്ര ഉൾക്ഷോഭം കൊണ്ടല തല്ലി ഉയരുന്ന കടലിനെയും ഒതുക്കാൻ, മെരുക്കാൻ, ഉറക്കാൻ തീർച്ചയായിട്ടും സ്നേഹസാന്ദ്രമായ വിരലുകൾക്ക് കഴിയും. പഞ്ചാഗ്നി എന്ന അതിപ്രശസ്തമായ സിനിമയിലെ ഈ മനോഹര ഗാനം നമുക്കൊന്ന് കേൾക്കാം. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, സാഗരങ്ങളെ. ഒരു നീയൻ ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ, ഒന്നിളവേൽക്കൂ. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ. പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ, പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ, കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാം ഏതു കരങ്ങൾ. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ. കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു, തെന്നൽ മതിച്ചു പാടുന്നു. കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു, തെന്നൽ മതിച്ചു പാടുന്നു. ഈ നദി തൻ മാറിലാരുടെ കൈവിരൽ പാടുകൾ ഉണരുന്നു. തഴുകി തഴുകി ഉണർത്തു മേഘരാഗമെൻ ഏകതാരയിൽ. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, സാഗരങ്ങളെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് പലപ്പോഴും അഭിമുഖങ്ങളിൽ ആളുകൾ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് നാം അത് തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾക്ക് ചുറ്റുമുള്ള പൂക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏത്? ഏറ്റവും ഇഷ്ടമുള്ള നിറമേത് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ നാം ചോദ്യത്തിൽ കുഴക്കാറുണ്ട്. അച്ഛനോടാണോ അമ്മയോടാണോ കൂടുതൽ ഇഷ്ടം? കുട്ടി മാറി മാറി അച്ഛനമ്മമാരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു കള്ളച്ചിരി ചിരിക്കുന്നത് നാം ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യാപരിച്ച വിവിധ മേഖലകളെക്കുറിച്ചുള്ള ചോദ്യവും. ഒരു കാര്യം പറയാം, ഞാൻ എന്തൊക്കെ ആയിരുന്നിട്ടുണ്ടോ, ആയിരിക്കുന്നുണ്ടോ,
അതൊക്കെയും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ തമാശയായി പറയാറുണ്ട്, ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ ഞാനത് അങ്ങേയറ്റം ആസ്വദിച്ചാണ് കുടിക്കാറ്. അതിൻ്റെ ഒടുവിൽ അവശേഷിക്കുന്ന തുള്ളിയും ഊറ്റി കുടിച്ച് ഇനി പഞ്ചസാര തരികൾ ബാക്കിയുണ്ടെങ്കിൽ വിരൽ കൊണ്ടത് തോണ്ടിയെടുത്ത് നാവിൽ വെച്ച് ആസ്വദിക്കാനാണ് എനിക്കിഷ്ടം. എങ്കിലും വളരെയേറെ ഇഷ്ടപ്പെട്ട ചിലതിനെക്കുറിച്ച് പറയാതെ വയ്യ. കവിയായിരുന്നു എന്നടയാളപ്പെടുത്തപ്പെടുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം കവി സ്രഷ്ടാവ് കൂടിയാണല്ലോ. എൻ്റെ മരണാനന്തരം ആരായിരുന്നു പ്രമീളാദേവി എന്ന് ചോദിക്കപ്പെടുമ്പോൾ കവിയായിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കവി സ്രഷ്ടാവാണല്ലോ. കവി എന്ന നിലയ്ക്ക് അവിസ്മരണീയമായ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് എനിക്ക്. ഒരിക്കൽ മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിൽ മഹാബലിയിലേക്ക് എന്ന എൻ്റെ ഒരു കവിത പ്രസിദ്ധീകരിച്ചു. കവിത ആഴ്ചപ്പതിപ്പിൽ വന്ന് ഏതാണ്ട് 8-9 മാസങ്ങൾക്ക് ശേഷം എനിക്കൊരു നോട്ട് ബുക്കിൻ്റെ കടലാസിൽ എഴുതിയ കത്ത് കിട്ടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ, വിയൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എഴുതിയ കത്തായിരുന്നു അത്. ആ കത്ത് ഇങ്ങനെയായിരുന്നു: ചെയ്യാത്ത കുറ്റത്തിന് സമൂഹത്തിൻ്റെ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, പണമുള്ളവരുടെ ക്രൂരത കൊണ്ട് മാത്രം ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരുവനാണ് ഞാൻ. വെറും 25-ാമത്തെ വയസ്സിൽ ജയിലിൽ കഴിയുന്ന ഓരോ നിമിഷവും ഞാനൊരു തീരുമാനമെടുത്തുകൊണ്ടിരുന്നു. പുറത്തിറങ്ങുന്ന ദിവസം ശരിക്കും ഒരു കുറ്റവാളിയായി എന്നെ ചതിയിൽപ്പെടുത്തിയവരോട് ഞാൻ പ്രതികാരം ചെയ്യും. ഈ തീരുമാനം എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുന്നതായിരുന്നു പിന്നീടുള്ള ഓരോ ദിവസത്തെ അനുഭവവും. പക്ഷെ ഞാൻ നിങ്ങളുടെ കവിത വായിച്ചു. കവിതയിൽ ആവർത്തിച്ച് അറിയുക ബലി ജിതനല്ലിപ്പോഴും, മഹാബലി തോറ്റിട്ടില്ല, പരാജയപ്പെട്ടിട്ടില്ല എന്നാവർത്തിച്ച് വായിച്ചപ്പോൾ എൻ്റെ മനസ്സാകെ മാറിയിരിക്കുന്നു. തിരിച്ചു വന്നാൽ ഞാനൊരു നല്ല മനുഷ്യനായി തന്നെ ജീവിക്കും. ഈ കത്ത് വായിച്ചപ്പോൾ ഏതാണ്ട് നൊബേൽ സമ്മാനം ലഭിച്ച അനുഭവമാണ് എനിക്കുണ്ടായത്. ഒരു യുവാവിൻ്റെ ഹൃദയത്തിൽ, അയാളുടെ ജീവിത വീക്ഷണത്തിൽ മാറ്റം വരുത്താൻ എൻ്റെ പേനയിൽ വിരിഞ്ഞ വരികൾക്ക് കഴിഞ്ഞെങ്കിൽ അതിൽ പരം എന്ത് ഭാഗ്യമാണ്, എന്ത് സുഹൃതമാണ് എനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കവി എന്നറിയപ്പെടാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കവിതയെ വല്ലാതെ സ്നേഹിക്കുന്നു. ഞാൻ സ്ഥിതി എന്ന സിനിമയിൽ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ പ്രഭാവർമ്മ എഴുതി ഉണ്ണിമേനോൻ സംഗീതം പകർന്ന് ആലപിച്ച ഒരു ചെമ്പനീർ പൂവിറുത്ത് ഞാനോമലേ എന്ന പാട്ടിനെ ഇഷ്ടപ്പെടുന്നത് അതിലെ സുഭഗമായ കവിതയുടെ സൗരഭ്യം കൊണ്ടുകൂടിയാണ്. കവി എന്ന നിലയ്ക്ക് അറിയപ്പെടുന്നതിന് ശേഷം പിന്നെ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു? പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്. അധ്യാപിക എന്ന് പറയേണ്ടി വരും. ഇത് കൂടുതൽ ഇഷ്ടമുള്ളത്, അതിൽ താഴെ ഇഷ്ടമുള്ളത് എന്ന തരത്തിലുള്ള ഒരു കാറ്റഗറൈസേഷൻ, ഒരു ക്രമീകരണം സാധ്യമല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതു നിറമിഷ്ടം, ഏതു പൂവിഷ്ടം എന്നതുപോലെ ഇഷ്ടങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി പറയുന്നുവെന്ന് മാത്രം. അധ്യാപികയായി ജോലി ചെയ്ത് ഇപ്പോഴും എനിക്ക് മതി വന്നിട്ടില്ല. കേരളത്തിലെ വിവിധ കോളേജുകളിൽ ഏതാണ്ട് 3.5 പതിറ്റാണ്ടിലധികം ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു. എത്ര മനോഹരമായൊരു തൊഴിലാണ് അധ്യാപനം. വാസ്തവത്തിൽ അതിനെ ഒരു തൊഴിലെന്ന് പോലും പറയാൻ പറ്റില്ല. എത്ര മനോഹരമായൊരു അഭിനിവേശമാണെന്ന് പറയാം. ഈ തിരക്ക് പിടിച്ച ലോകത്ത് ആർക്കും മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ സമയവും സാവകാശവും ക്ഷമയുമില്ലാത്ത കാലത്ത് അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ വാക്കുകൾക്ക് വേണ്ടി ഒരു പറ്റം യുവത്വം, ബാല്യം, കൗമാരം കാതോർത്തിരിക്കുന്നു. അവരുടെ വിടർന്ന കണ്ണുകൾ അധ്യാപികയുടെ മുഖത്ത് തന്നെ പതിയുന്നു. അവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്നത് അധ്യാപികയുടെ വാക്കുകളിലൂടെയാണ്. അവരുടെ ഹൃദയസാഗരങ്ങൾ അലതല്ലുന്നത് അധ്യാപികയുടെ പ്രകടനത്തിലൂടെയാണ്. അധ്യാപിക പകർന്നു നൽകുന്ന ആശയങ്ങളാണ് അവരെ പ്രചോദിപ്പിക്കുന്നതും പ്രകോപിപ്പിക്കുന്നതും പ്രലോഭിപ്പിക്കുന്നതുമെല്ലാം. ഏതാണ്ട് 30-ലധികം തവണ ഷേക്സ്പിയറുടെ ഹാംലെറ്റും ഒതല്ലോയും മാക്ബത്തുമൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പാരഡൈസ് ലോസ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. T.S. എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മതിയായിട്ടില്ല. ഇതൊന്നും പഠിപ്പിച്ചെനിക്ക് തീരെ മതിയായിട്ടില്ല. അത്രമാത്രം ഹൃദ്യമായൊരു അനുഭൂതിയാണ് അധ്യാപകന് ചെയ്യാനുള്ളത്.
ഇന്നും എനിക്ക് ധാരാളം വിദ്യാർത്ഥികളുണ്ട്, ലോകത്തിൻ്റെ നാനാഭാഗത്തും. ലോകത്തെ പലയിടത്തും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആനന്ദം എന്നെ നയിക്കുന്നത് മനോഹരമായൊരു ഗാനം കേൾക്കുന്നത് പോലെ ഹൃദ്യമായൊരു അനുഭവമാണതെന്ന ചിന്തയിലേക്കാണ്. വയലാർ എന്ന മഹാകവി മലയാളത്തിലെ ഗാനശാഖയെ അത്ഭുതകരമായി പുനർനിർവചിച്ച വലിയ വാഗ്മി, അക്ഷരവിദ്യയുടെ മഹാശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ ഒരു കവിത, വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ, ചുക്ക് എന്ന സിനിമയിലെ ഗാനം. ഈ ഗാനം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഓരോ വാക്കും നമ്മുടെ മുൻപിൽ ഒരു കാഴ്ചയുടെ പ്രപഞ്ചം സൃഷ്ടിക്കുന്നുണ്ട്. ഒരധ്യാപികയുടെ വാക്കുകൾ എന്നതുപോലെ കാറ്റത്ത് കസവുത്തരീയമുലഞ്ഞും എന്ന് വരികൾ കേൾക്കുമ്പോൾ നമ്മൾ കാണുന്നതൊരു കസവുത്തരീയത്തിൻ്റെ അതിമൃദുലമായ ഉലയലാണ്. നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ, വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ, വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ. കാറ്റത്ത് കസവുത്തരീയമുലഞ്ഞും കളിയരഞ്ഞാണമഴിഞ്ഞും കയ്യിലെ സോമരസ കുമ്പിൽ തുളുമ്പിയും അവൾ വരുമ്പോൾ ഞാനും എൻ സ്വയംവര ദേവതയും ആ നൃത്തമനുകരിക്കും. മോഹങ്ങൾ ആശ്ലേഷമധുരങ്ങളാക്കും. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ, വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ. മാറിലെ മദനാംഗരാഗം കുതിർന്നും മകരമഞ്ജീരമുതിർന്നും മല്ലിക പുഷ്പശര ചെപ്പുകിലുക്കിയും അവൾ വരുമ്പോൾ ഞാനും എൻ മധുവിധുമേനകയും ആ നൃത്തമനുകരിക്കും. സ്വപ്നങ്ങൾ ആപാദരമണീയമാക്കും. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ, വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ. ഞാൻ വീണ്ടും നടന്നു വന്ന വഴികളെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അംഗമെന്ന നിലയിൽ 5 വർഷം ഞാൻ ജോലി ചെയ്തു. എൻ്റെ ഉള്ളിൽ ഒരു പുതിയ എന്നെ സൃഷ്ടിച്ച 5 വർഷങ്ങൾ. ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ, 1 മാസത്തിൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അവധിയെടുത്തിട്ടുള്ളത്. 365 ദിവസവും 5 വർഷവും നിരന്തരമായ ജോലി ചെയ്തുകൊണ്ടിരുന്ന ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ഞാൻ കണ്ടത് കാണാത്ത കേരളത്തിൻ്റെ ചില കാഴ്ചകളായിരുന്നു.
ജീവിത ദുരിതങ്ങളിൽപ്പെട്ട് കരിഞ്ഞു നശിച്ചുപോയ ജീവിതങ്ങൾ. ഭർത്താവ് ദേഹോപദ്രവം ഏൽപ്പിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട സ്ത്രീകൾ, താമസിക്കുന്ന വീട്ടിൽ നിന്നൊരു സുപ്രഭാതത്തിൽ തെരുവിലേക്ക് ആട്ടിയോടിക്കപ്പെടുന്നവർ, പെറ്റു വളർത്തിയ മക്കൾക്ക് വേണ്ടാതെയായി വെയിറ്റിംഗ് ഷെഡിൽ കൊണ്ട് തള്ളുന്ന, ഓട്ടോറിക്ഷക്കാർ വിവരമറിയിച്ച് ഞാനവിടെ ചെന്ന് ആ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എൻ്റെ മക്കൾ എന്നെങ്കിലും എന്നെ കാണാൻ വരുമോ മോളെ എന്ന് ചോദിക്കുന്നവർ, മകൻ ചപ്പാത്തിയുടെ റോളർ വെച്ച് കൈ തല്ലി ഓടിച്ച് ആശുപത്രിയിലാക്കപ്പെട്ട അമ്മ, താഴെ വീണ് കൈയൊടിഞ്ഞെന്നാണ് പറഞ്ഞത്. ഒടുവിൽ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, സാറേ എൻ്റെ മോൻ എൻ്റെ കൈ തല്ലി ഓടിച്ചതാണ്. എന്നിട്ട് അടുത്ത നിമിഷം, അവൻ്റെ പേരിൽ കേസൊന്നും എടുക്കരുതേ സാറേ, ഞാൻ എവിടെയും മൊഴി പറയില്ല, എൻ്റെ മോനെതിരെ ഒരു കേസും ഉണ്ടാവരുത്. എത്ര കണ്ണീരിൻ്റെ കഥകളാണ്, തീരാവേദനകളാണ് എൻ്റെ മുൻപിലൂടെ കടന്നു പോയിട്ടുള്ളത്. ഒരേ ഒരു സമാധാനം, ഒരു കണ്ണീരും തുടയ്ക്കാൻ എൻ്റെ കൈവിരൽ നീളാതെ ഇരുന്നിട്ടില്ല. ഒരാളുടെ വേദനയ്ക്ക് നേരെയും ഞാൻ ബധിരത നടിച്ചിട്ടില്ല. ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി സഹായം ചെയ്യാൻ എപ്പോഴും ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം മറ്റൊരാളിൻ്റെ വേദന പരിഹരിക്കാൻ കിട്ടുന്ന ഒരവസരത്തെക്കാൾ, അതിനേക്കാൾ വലിയ ഭാഗ്യം നമുക്കാർക്കും നമ്മുടെ ജീവിതത്തിൽ കിട്ടാനില്ല. നാം നേടുന്ന പണമോ പദവിയോ സൗഭാഗ്യങ്ങളോ ഒന്നും മറ്റൊരാളിൻ്റെ കണ്ണീർ തുടയ്ക്കാൻ കിട്ടുന്ന അസുലഭാവസരത്തെക്കാൾ വലുതല്ല എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ പ്രിയപ്പെട്ട സിനിമാ സംവിധായകനായ പത്മരാജൻ്റെ ദേശാടനക്കിളി കരയാറില്ല, നമ്മൾ കണ്ണീരിനെക്കുറിച്ച് കരച്ചിലിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദേശാടനക്കിളി കരയാറില്ല എന്ന സിനിമയിൽ മനോഹരമായൊരു ഗാനമുണ്ട്. വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി, ONV കുറുപ്പിൻ്റെ വരികളാണ്. അതിൽ വളരെ ഹൃദയസ്പർശിയായ ചില വരികളുണ്ട്. ജീവൻ്റെ ലീലാലാസ്യമാടുന്ന മണ്ണ്, മണ്ണിൻ്റെ സ്നേഹസാന്ദ്രതയെക്കുറിച്ച് പാടുന്ന കിളി. അങ്ങനെ സ്നേഹമെന്ന മധുരമായ വികാരം, ജീവൻ്റെ മനുഷ്യാവസ്ഥയുടെ എല്ലാ പരിമിതികളെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തൽ, അതൊക്കെ അടങ്ങിയ ആ പാട്ട് വളരെ ഹൃദയാവർജകമാണ്. നമുക്കതൊന്ന് കേട്ടു നോക്കിയാലോ? വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി, പോരു കാടെല്ലാം പൂത്തു മധുകര മൃദുരവലഹരിയിലലിയുക മതകര സുരതില മധുവിതിലൊഴുകുക നീ, വാസന്ത കേളി നൗകയാ. വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി, പോരു കാടെല്ലാം പൂത്തു മധുകര മൃദുരവലഹരിയിലലിയുക മതകര സുരതില മധുവിതിലൊഴുകുക നീ, വാസന്ത കേളി നൗകയാ. ആലോലം പാടിവരൂ കുളിർമാലേയം ചാർത്തിവരൂ, ചിറകുകളാൽ തിരിയുഴിയൂ സ്വരജതികൾ പാടി, ഈ മണ്ണിൻ ലാവണ്യ സ്വപ്നം ചൂടി നീയാടൂ, ജീവന്റെ ലീലാലാസ്യം പാടൂ പാടൂ. വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി, ഒരു കാടെല്ലാം പൂത്തു മധു
മധുകര മധുരവലഹരിയിലലിയുക മതകര സുരഭില മധുവിതിലൊഴുകുക നീ വാസന്ത കേളി നൗകയാ. പകരമിനി സ്വരമധുരം നൽകൂ. മോഹങ്ങൾ പൊന്മാനായോടും തീരം സ്നേഹത്തിൻ മൺവീണ പാടും തീരം കാണാം താഴെ വാനം പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനം പാടി ഒരു കാടെല്ലാം പൂത്തു മധുകര മധുരവലഹരിയിലലിയുക മതകര സുരഭില മധുവിതിലൊഴുകുക നീ വാസന്ത കേളി നൗകയാ. ഞാൻ സാഹിത്യ അക്കാദമിയുടെ അംഗമായിരുന്നിട്ടുണ്ട്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ അഡ്വൈസറായിരുന്നിട്ടുണ്ട്. അധ്യാപികയും പൊതുപ്രവർത്തകയും ഒക്കെ ആയിരുന്നിട്ടുണ്ട്. ഇതിലുപരി അമ്മയാണ്. ഇപ്പോൾ ഞാൻ അമ്മുമ്മയുമാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ ഏറ്റവുമധികം പ്രചോദിപ്പിക്കുന്നതും പ്രകോപിപ്പിക്കുന്നതുമൊക്കെ സ്നേഹമെന്ന വികാരം തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നത് ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഔഷധം ഒറ്റമൂലി അതുതന്നെയാണ്. ഞാൻ ചില മേഖലകളിൽ, സംഘർഷ പ്രദേശങ്ങളിൽ ഒരു സമാധാന പുനഃസ്ഥാപകയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഞാൻ ചിന്തിക്കുന്നത് പ്രകൃതി സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളെക്കാളധികം ഏതാനും 1-2 മാസങ്ങൾക്ക് മുൻപാണ് ടർക്കിയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായത്. എത്രയെത്രയോ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ, സുനാമികൾ, കടലാക്രമണങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. ഇങ്ങനെ പ്രകൃതി സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ ഒരു വശത്ത് ജീവിതത്തെ തകർത്തു പൊടിച്ചെറിയുമ്പോൾ ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളല്ലേ മനുഷ്യർ പരസ്പരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? സ്നേഹിക്കേണ്ടവർ തമ്മിൽ സ്നേഹിക്കാതെ വരുമ്പോൾ, വിശ്വാസമില്ലാതെ വരുമ്പോൾ, വിശ്വസ്തതയില്ലാതെ ഇരിക്കുമ്പോൾ, ഒപ്പം നടക്കുന്ന ചങ്ങാതിയെ ചതിക്കുമ്പോൾ, സ്നേഹം കൊടുത്ത് ഉള്ളിൽ തട്ടുന്ന വിശ്വാസം നേടിയതിന് ശേഷം അവരെ ചതിക്കുഴിയിലേക്ക് പായിക്കുമ്പോൾ, ഇങ്ങനെ സ്നേഹശൂന്യതയുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരു മർത്യലോകത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അന്തർദേശീയ വനിതാ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്ത്രീയുടെ ഉൾക്കരുത്തിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പാടില്ലല്ലോ. സ്ത്രീ ശാക്തീകരണം എന്ന പദം ഉപയോഗിച്ച് തേഞ്ഞ് പഴകിപ്പോയതാണെന്ന് നമുക്കൊക്കെ അറിയാം. എന്തിനാണ് സ്ത്രീയെ ശാക്തീകരിക്കുന്നത്? അവളുടെ ഉള്ളിൽ ശക്തിയില്ലാത്തത് കൊണ്ടാണോ? പുരുഷ ശാക്തീകരണത്തെക്കുറിച്ച് നാം എങ്ങും പറഞ്ഞ് കേൾക്കാറില്ല. അതിൻ്റെ അർത്ഥം പുരുഷന്മാർ ജന്മനാ ശക്തിയുള്ളവരും സ്ത്രീ ജന്മനാ അബലയും ദുർബലയും ഒക്കെയാണെന്നാണോ? അങ്ങനെയല്ല. സ്ത്രീകളുടെ ഉള്ളിൽ വലിയ ശക്തിയുണ്ട്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ ശക്തിയെക്കുറിച്ച് നാം അത്ര ബോധവതികളായിരിക്കാറില്ല. മറ്റൊരാളിൻ്റെ വാക്കുകൾ കൊണ്ട്, മറ്റൊരാളിൻ്റെ പ്രവർത്തനം കൊണ്ട്, കർമ്മധീരത കൊണ്ട് ഉയർത്തപ്പെടുന്ന സ്ത്രീ ശക്തിയെക്കുറിച്ചാണ് സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്തർദേശീയ വനിതാ ദിനാചരണം പ്രസക്തമാകുന്നതും. മലയാളത്തിലുണ്ട് മനോഹരമായ ചില സ്ത്രീ ശക്തിയെ ഓർമ്മിപ്പിക്കുന്ന ഗാനങ്ങൾ. അത്തരത്തിലൊന്നാണ് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച മലയാളി പെണ്ണേ നിൻ്റെ മനസ്സ് എന്ന കവിത. ശാക്തേയധാമമായ മനസ്സിനെക്കുറിച്ച്, ഇന്ദുലേഖയുടെ നർമ്മബോധത്തെക്കുറിച്ച്, കുന്തലതയുടെ ധർമ്മരോഷത്തെക്കുറിച്ച്, ഗുണത്താൽ ഗുരുവായൂരപ്പനേക്കാൾ കൂടുതൽ ഉയരത്തിലെത്തുന്ന കർമ്മശേഷിയെക്കുറിച്ച്,
ഉയിരിനും മേലെയാണ് അഭിമാനമെന്ന് തീരുമാനിക്കുന്ന മലയാളത്തിൻ്റെ, ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ ഇളയിടത്തമ്മമാരെക്കുറിച്ചുള്ള ഈ മനോഹര ഗാനം നമുക്കൊന്ന് കേൾക്കാം. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തും നഭസ്, ശാക്തേയ സാരം നിൻ മഹസ്, ശാശ്വതം നിൻ രാഗ തപസ്. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തും നഭസ്. വസന്തോദയത്തിലും ഗ്രീഷ്മാതപത്തിലും പെയ്തൊഴിയും വർഷ സംഘർഷണത്തിലും, വസന്തോദയത്തിലും ഗ്രീഷ്മാതപത്തിലും പെയ്തൊഴിയും വർഷ സംഘർഷണത്തിലും തെളിയുന്ന സ്ത്രീത്വത്തിൻ നിത്യഭാവം, തെളിയുന്ന സ്ത്രീത്വത്തിൻ നിത്യഭാവം, സത്യമാം കാരുണ്യ സാന്ദ്രനീലം. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തും നഭസ്. ഗുണത്താൽ നീ കുറൂരമ്മയായി തീരുമ്പോൾ ഗുരുവായൂരപ്പനും വണങ്ങും. ഉയിരിനും മേലെയാണ് അഭിമാനമെന്നോതി, ഉയിരിനും മേലെയാണ് അഭിമാനമെന്നോതി, ഇളയിടത്തമ്മയായി നീ ഒരുങ്ങും, ഇളയിടത്തമ്മയായി നീ ഒരുങ്ങും. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തും നഭസ്. നന്മയിൽ വിടരുന്ന ദർശന സൗരഭം, കുന്തലതേ നിന്റെ ധർമ്മരോഷം, എന്നെന്നും ഓർമ്മയിൽ ഒഴുകിടും മോഹനം, എന്നെന്നും ഓർമ്മയിൽ ഒഴുകിടും മോഹനം. ഇന്ദുലേഖേ നിന്റെ നർമ്മബോധം, മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തും നഭസ്. ഞാൻ എന്നെ കവിയായും അധ്യാപികയായും വനിതാ കമ്മീഷൻ്റെ അംഗമായും സാഹിത്യ അക്കാദമിയുമായും മറ്റ് സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായും പൊതുപ്രവർത്തകയായും ഒക്കെ കണക്കാക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായതൊന്ന്, എൻ്റെ മഹാസൗഭാഗ്യമെന്ന് ഞാൻ കരുതുന്നത് എൻ്റെ മാതൃത്വം,
അതേക്കുറിച്ച് ഞാൻ പറയാതിരിക്കുക പാടില്ലല്ലോ. ഞാൻ 2 പെൺമക്കളുടെ അമ്മയാണ്. എൻ്റെ ഭർത്താവ് കോളേജ് അധ്യാപകനായി വിരമിച്ച പ്രൊഫസർ ശശിധരനാണ്. എനിക്ക് 2 പെൺമക്കൾ, ശ്രീദേവിയും ലക്ഷ്മി ദേവിയും. 2 പേരും വിദേശ രാജ്യത്ത് നല്ല ജോലികൾ ചെയ്ത് ഭർത്താക്കന്മാരോടൊപ്പം കഴിയുന്നു, കുഞ്ഞുങ്ങളോടൊപ്പം. ഇന്ന് അന്തർദേശീയ വനിതാ ദിനമാണ്. 2023 മാർച്ച് 8 എന്ന ഇന്നത്തെ ദിവസം മുതൽ നമുക്ക് എല്ലാവരുടെയും സമത്വം, അനീതികൾക്കപ്പുറമുള്ള സാന്ത്വനം കൊടുക്കാനുള്ള ഒരു പ്രേരണയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നൽകാവുന്നിടത്തോളം തുല്യ അവസരങ്ങൾ ചുറ്റുമുള്ളവർക്ക് നൽകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അന്തർദേശീയ വനിതാ ദിനാചരണം ലിംഗസമത്വത്തിലേക്കുള്ള സാങ്കേതിക വിദ്യയിലെ നൂതന പരീക്ഷണങ്ങളിലൂടെയുള്ള സാധ്യതകൾ തുറക്കുന്നതാവട്ടെ. എല്ലാവരും സാങ്കേതിക വിദ്യയെ തങ്ങളുടെ വിരൽത്തുമ്പുകളിൽ ആവഹിച്ചു അത് കേവലം ചില ഭൗതികാവശ്യങ്ങൾക്കുതകുന്നതിനപ്പുറം അവനവനെ മെച്ചപ്പെടുത്തുന്നതിന്, വളർത്തുന്നതിന്, സഹജീവികളെ സ്നേഹിക്കുന്നതിന്, ലോകത്തിനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ലോകമാക്കി തീർക്കാൻ ശ്രമിക്കുന്നതിന് കാരണമായി തീരട്ടെ എന്ന ആശംസയും ഞാൻ പങ്കുവയ്ക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത്രയും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞത് എൻ്റെ സുഹൃതമാണ്. എൻ്റെ മനസ്സ് നിറഞ്ഞ സ്നേഹം, നന്ദി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നമസ്കാരം.